സങ്കീർത്തനം 94:19. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നാട്ടിൽ ദുഷ്ടന്മാരും അഹങ്കാരികളും വർദ്ധിക്കുകയും അവർ അനാഥരെയും വിധവകളെയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. ദൈവം ലോകത്തിൻ്റെ ന്യായാധിപനാണെന്നും അവിടുന്ന് അഹങ്കാരികൾക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഈ വാക്യത്തിൽ നമ്മുടെ മനസ്സിൽ ആകുലതകൾ, ഭയം, ഉത്കണ്ഠ എന്നിവ നിറയുമ്പോൾ, വേദനകൾ, മുറിവുകൾ ഒക്കെ നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ, നമ്മെ തളർത്തുമ്പോൾ നമുക്ക് തണുപ്പായി തീരുന്നത് ദൈവവചനവും ദൈവ സാന്നിധ്യവുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്തൃസന്നിധിയിലിരുന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവമുൻപാകെ തുറന്നു കഴിയുമ്പോൾ കിട്ടുന്ന തണുപ്പ് ആർക്കും ഒന്നിനും തരുവാൻ കഴിയാത്തതാണ്. സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് അവിടുത്തെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും. ഇത് ഭാരപ്പെട്ട ഹൃദയത്തിന് എന്നും ആശ്വാസം നൽകുന്ന ഒന്നാണ്. വിചാരങ്ങളുടെ ആധിക്യം നമ്മെ മാനസികമായും ശാരീരികമായും ഒക്കെ തളർത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. നമ്മെ രോഗാവസ്ഥയിൽ വരെ എത്തിക്കുവാൻ ഇത് മുഖാന്തരമായി തീർന്നേക്കാം. ചില വിഷയങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാകാം, നിരാശപ്പെടുത്തുന്നതാകാം, തോൽപ്പിക്കുന്നതാകാം, നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാകാം. നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്തതാകാം. നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം പലതാകാം. വിചാരപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ലൂക്കോസ് 12 യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരാശ്വാസമുണ്ട്. യെശയ്യാവ് 66:13 അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ചില സാഹചര്യങ്ങളിൽ അമ്മയും നമ്മെ മറക്കും. എന്നാൽ തണുപ്പിക്കുന്ന, എന്നും കൂടെയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സങ്കീർത്തനം 43:5 സങ്കീർത്തനക്കാരൻ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് 3 പ്രവാചകൻ പറയുന്നു, കഷ്ടത എന്താണെങ്കിലും ഹൃദയവിചാരം എന്തായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന്. നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ സകല വിചാരങ്ങളോടു കൂടിയും നമുക്ക് ദൈവത്തിൽ അർപ്പിക്കാം. 2 കൊരിന്ത്യർ 1:3 സർവാശ്വാസവും നൽകുന്ന ദൈവത്തെപ്പറ്റി അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ആ തണുപ്പിനാൽ നമ്മൾ തണുപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സർവാശ്വാസങ്ങളുടെയും കർത്താവേ, അങ്ങയുടെ തണുപ്പിക്കുന്ന ആശ്വാസവചനങ്ങൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.